ഇന്നും വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്ന് ആദ്യം തന്നെ 2 ജനൽ അങ്ങ് തുറന്നിട്ടാ. അപ്പോൾ ഇത്ര നേരത്തെ ജനലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഉള്ള കൊതുക് മുഴുവൻ നമ്മുടെ അടുക്കളയിലോട്ട് കയറും. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നതല്ലേ, അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് തുറന്നിടണം വേണ്ട. കൊതുക് കടിച്ചാലും സാരമില്ല. അങ്ങനെ പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ച് ഒപ്പം അരിയും കഴുകിയിട്ട് അപ്പുറത്തടപ്പിൽ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ചായ തിളക്കുന്ന നേരം കൊണ്ട് ഞാനൊരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിന്ന് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാം. അങ്ങനെ ചായ എല്ലാം തിളച്ചപ്പോഴത്തേക്ക് അത് 3 ഗ്ലാസ്സിൽ അരിച്ചെടുത്തിട്ടുണ്ട്. എനിക്കും ചേട്ടനും അപ്പനും മാത്രം. മക്കളൊക്കെ നല്ല ഉറക്കമാണ്. അവരവിടെ കിടന്ന് ഉറങ്ങട്ടെ, എൻ്റെ പണികളൊക്കെ കഴിയുമ്പോൾ വിളിക്കാമെന്ന് കരുതി. പിന്നെ മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുഴുങ്ങി തോടക്കെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. കഞ്ഞി തിളച്ചപ്പോഴത്തേക്കും അത് തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെച്ചു. പുട്ടിന് പൊടി നനച്ച് വെച്ചിട്ട് നേരെ തുണി വിരിക്കാൻ വേണ്ടി പോയി. തുണി അലക്കാൻ വേണ്ടി മിഷ്യത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് കൈയോടെ തന്നെ വിരിച്ചിടാന്ന് കരുതി. അപ്പോൾ എനിക്ക് കൂട്ടൊരാളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോഴേ 2 ദിവസം മുന്നേ നമ്മൾ 100 രൂപയ്ക്ക് ഇച്ചിരി പൊടിച്ചെമ്മി മേടിച്ചിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി കൂടി ഇരിപ്പുണ്ടായി. അപ്പോൾ അതും കൂടെ ഒന്ന് കിള്ളി ഉച്ചക്കത്തേക്ക് ഉരുളക്കിഴങ്ങിട്ട് താളിച്ചെടുക്കാമെന്ന് കരുതി. കാരണം ഇന്ന് എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. അത് ഞാൻ വഴിയേ പറയാട്ടാ. അപ്പോൾ കാലത്തെ മീനൊന്നും നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഉള്ള കറിയൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി. പൊടിച്ചെമ്മിനായതുകൊണ്ടിട്ട് തന്നെ കിള്ളി എടുക്കാൻ കുറച്ച് സമയം എടുത്ത് അങ്ങനെ അതെല്ലാം കിള്ളി വൃത്തിയാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി 2-3 ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് ചീവി കഴുകി അരിഞ്ഞെടുക്കാം കേട്ടോ. സാധാരണ ഞാൻ പൊടിച്ചെമ്മീനൊക്കെ 100 രൂപ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുപ്പിൽ തന്നെ അങ്ങോട്ട് കിള്ളി ക്ലീൻ ചെയ്ത് വെക്കലാണ് പതിവ്. പക്ഷേ ഈ 2 ദിവസമായിട്ട് നേരില്ലാനോണ്ടായിട്ട് അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് കയറ്റി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാവേ. അപ്പോൾ പുട്ടിന് പൊടിയെല്ലാം നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും ടക്കൻ്റെ കാര്യം കഴിയും. അങ്ങനെ ഉരുളക്കിഴങ്ങും ചെമ്മീനും വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ അടപ്പങ്ങോട്ട് ഒഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ മുട്ട അങ്ങോട്ട് തേങ്ങാപ്പാൽ ഒഴിഞ്ഞ് കറി വെക്കാമെന്ന്. അപ്പോൾ അതേ ചീനച്ചട്ടി വെച്ചു. സവാള ഇല്ലായിരുന്നിട്ട് ഇന്ന് സവാള ഇല്ലെന്ന് രാവിലെ തന്നെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ വഴക്ക് എനിക്കിട്ട് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് ഉള്ളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ. അങ്ങനെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലേക്ക് ഇട്ട് വഴറ്റി പൊടികളായിട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് മൂപ്പിച്ച് അതിലോട്ട് ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞിട്ട് മുട്ട ഞാൻ പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ടേ. നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് നമ്മുടെ തലപ്പാലും കൂടെ ഒഴിച്ചെടുക്കാം. മുട്ടക്കറിയൊക്കെ റെഡിയായി. അപ്പോൾ ആമിക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ പപ്പടം മതി എന്ന് പറഞ്ഞപ്പോൾ അത് വറുത്ത് ആളുടെ കറിപ്പാത്രത്തിലാക്കിയിട്ടുണ്ടേ. അതെല്ലാം കഴിഞ്ഞ് നേരെ ആമിക്കുട്ടിനെ പോയി കുളിപ്പിച്ച് കൊടുത്തപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു, നീ ബാക്കി പണി ചെയ്തോ, ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തോളാന്ന്. ആ നേരം കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങും ചെമ്മീനൊക്കെ താളിച്ചെടുത്തേ. പിന്നെ ഇന്ന് അപ്പൻ ഉണ്ടായിരുന്നില്ല. അപ്പൻ ഇന്ന് പണിക്ക് പോയതുകൊണ്ടിട്ട് ഞാനാണ് ആമിക്കുട്ടിനെ കൊണ്ടാക്കാൻ വേണ്ടി പോയത്. അതെല്ലാം കഴിഞ്ഞ് നേരെ വന്ന് ഒരു മല പോലെ പാത്രങ്ങളുണ്ടായിട്ട് അതെല്ലാം തേച്ച് കഴുകി വെച്ച് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങനെ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ പുട്ടൊന്നും കഴിക്കാൻ നിന്നില്ല. ഇനി കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ മുടിയിലെ ചടയെല്ലാം വാരി കളഞ്ഞ ശേഷം പെട്ടെന്ന് പോയി കുളിച്ച് നമുക്ക് സാരി എടുത്ത് റെഡിയായി വരും. സാരി എടുക്കാൻ തന്നെ എനിക്ക് 1 മണിക്കൂർ വേണം കേട്ടോ. പോണത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങളുടെ വിൻസർ സൈറ്റിലെ വനിതാദിന ആഘോഷമാണ് ഇന്ന്. മാർച്ച് 8-നാണെങ്കിലും ഞങ്ങൾ ആഘോഷിക്കുന്നത് ഇന്നാണ് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് ഞാൻ സാരി എല്ലാം വലിച്ചു ചുറ്റിയത് പച്ച സാരിക്ക് വെള്ളപ്പാവാൻ എടുത്തിട്ടാണ് പോണത്. ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാഗ്യം. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ, ടാറ്റാ.